യാത്ര ചെയ്യുമ്പോഴായാലും അതല്ലാത്തപ്പോഴായാലും നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു കിഡിലൻ പവർ ബാങ്ക് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഷാമിയുടെ 10,000 mAh ഒരു അടിപൊളി പവർ ബാങ്ക് ആണിത്. ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുൻപ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ, നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഷവോമിയുടെ 10,000 mAh 2.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയ ഒരു പവർ ബാങ്ക് ആണ്. ഇതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ജസ്റ്റ് ടൈപ്പ് എ ടു ടൈപ്പ് സി ഒരു ചെറിയൊരു കേബിളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മുടെ പവർ ബാങ്കും അവൈലബിൾ ആണ്. ചെറിയൊരു യൂസർ മാനുവലും ഇതിനോടൊപ്പം ലഭിക്കുന്നു. അതാണ് ഇതിൻ്റെ ബോക്സിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ബോക്സിൻ്റെ പുറത്തായിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് ഇതിൻ്റെ ബ്രാൻഡും അതുപോലെ ഇതിൻ്റെ ഫീച്ചറുകളൊക്കെ കാണാം. അതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ബ്രാൻഡിംഗ് ഉണ്ട്. 10,000 mAh എന്നുള്ളതുണ്ട്. പുറകുവശത്തായിട്ട് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസും ഉണ്ട്. എത്ര ആംപിയർ ആണ്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പുറകുവശത്ത് നൽകിയിട്ടുണ്ട്. 2,499 രൂപയാണ് ഇതിൻ്റെ MRP വില വരുന്നത്. പക്ഷേ നമുക്കിത് വാങ്ങാൻ 1,300 രൂപയോളം കൊടുത്താൽ മതിയാകും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ഈ പവർ ബാങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു പ്ലാസ്റ്റിക് കേസിനകത്താണ് ഇത് വരുന്നത്. നല്ല സ്ലിമ്മായിട്ട് നമുക്ക് പോക്കറ്റിലൊക്കെ എടുത്തു കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുള്ളി അലുമിനിയം ബോഡിയാണ്. ഷോമി എന്നൊരു ബ്രാൻഡിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായിട്ട്. അതുപോലെ 3 ഔട്ട്പുട്ടുകളാണ് ഇതിന് നമുക്ക് ലഭിക്കുന്നത്. 2 ടൈപ്പ് എ കണക്ഷനും 1 ടൈപ്പ് സി കണക്റ്റഡുമാണ്. ടൈപ്പ് സിയിൽ തന്നെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും നമുക്ക് ലഭിക്കുന്നത്. ബാക്കി 2 ഔട്ട്പുട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ പവർ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇത് ഓൺ ആവുന്നതായിരിക്കും. കുറച്ചൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 12 ലെയറിൻ്റെ പ്രൊട്ടക്ഷൻ ഇതിന് നൽകിയിട്ടുണ്ട്. അഥവാ ഷോക്ക് പ്രൊട്ടക്ഷൻ, അതുപോലെയുള്ള 12 ലെയറോളം വരുന്ന പ്രൊട്ടക്ഷൻ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10,000 mAh ബാറ്ററിയാണ്. 10,000 mAh ഒരു പവർ ബാങ്ക് എന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, അതിനേക്കാൾ നല്ലത് ഫോൺ തന്നെയല്ലേ എന്നുള്ളത്. കാരണം ഇപ്പോൾ 7,000 mAh ബാറ്ററി വരുന്ന ഫോണുകളുണ്ട്. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പവർ ബാങ്ക് എന്നുള്ളത് നമുക്ക് സ്ഥിരമായിട്ട് ഫോണിൽ ചാർജ് ചെയ്യാനുള്ള സാധനമല്ല. നമുക്ക് എപ്പോഴാണോ ഒരു അത്യാവശ്യ സാഹചര്യം വരുന്നത് ആ സമയത്ത് പവർ ബാങ്കിൽ ബാക്കപ്പ് എടുത്തു വെച്ച ചാർജ് നമ്മുടെ ഫോണിന് അതല്ലെങ്കിൽ മറ്റുള്ള ഡിവൈസുകൾക്കോ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അതാണ് പവർ ബാങ്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും പവർ ബാങ്ക് തന്നെ ഉപയോഗിക്കാമെന്നുള്ളത്. അതത്ര നല്ലൊരു കാര്യമൊന്നുമല്ല. എപ്പോഴും പവർ ബാങ്ക് ഉപയോഗിക്കുന്നത് കഴിയുന്നതും നമുക്ക് AC/DC കൂടിയുള്ള പവർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെറും DC ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്കും മറ്റുമൊക്കെ ബാധകമായിട്ട് വരും. അതുകൊണ്ട് തന്നെ പവർ ബാങ്ക് എന്നുള്ളത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒന്നാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ 10,000 mAh തന്നെ ധാരാളം മതിയാവും. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ 20,000 mAh തന്നെ ഇതേ സാധനമുണ്ട്. 20,000 mAh 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയത്. അത് 2-way ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇതും നിങ്ങൾക്ക് അതേ ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിൽ നിന്ന് നിങ്ങൾ ചാർജ് ചെയ്യുന്ന ഡിവൈസുകൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതാണെങ്കിൽ അതിനെയും 22.5 വാട്ട് വരെ മാക്സിമം വാട്ടിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ സാധിക്കും. അഥവാ നിങ്ങളൊരു iPhone 15 Pro ഒക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ 50% ചാർജ് നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതേ രീതിയിൽ തന്നെ ഇതിന് നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിലും അരമണിക്കൂറിൽ 50% വരെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. രണ്ടും ഒരേ രീതിയിൽ 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയതാണ്. പ്രധാനമായ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ വളരെ ഈസിയാണ്. സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ്. പോക്കറ്റിലൊക്കെ എടുത്തു കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ക്യാരിയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വെയിറ്റ് ഇല്ല. മറ്റൊന്നെന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അതുകൂടാതെ ഒരേ സമയം നമുക്ക് 3 ഡിവൈസുകൾ ഇതിൽ കളക്ട് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം 2-way ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട് എന്നുള്ളതുമാണ്. കൂടാതെ 12 ലെയറിൻ്റെ പ്രൊട്ടക്ഷനും ഇതിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിന് IP67 68 പോലെയുള്ള വാട്ടർ റെസിസ്റ്റൻറ്റ് പ്രൊട്ടക്ഷനും നൽകിയിട്ടില്ല എന്നുള്ളതിൻ്റെ പോരായ്മയാണെങ്കിലും
പവർ ബാങ്ക് ആയതിനാൽ നമുക്കത് തൽക്കാലം ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു പവർ ബാങ്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത്. യൂസ് ചെയ്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. നല്ല രീതിയിൽ പറഞ്ഞ രീതിയിൽ തന്നെ ഫാസ്റ്റ് ചാർജ് ആവുന്നുണ്ട്. ഇനി ഇതിന് 20,000 mAh വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാം. ഇത് രണ്ടും വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ സ്റ്റോറുകളിൽ നിന്നും വാങ്ങാം, ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും വാങ്ങാം. ഓൺലൈൻ സ്റ്റോറുകളിലാണെങ്കിൽ കുറച്ചുകൂടി വില കുറച്ച് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഓഫ്ലൈൻ ആണെങ്കിൽ 500 രൂപയുടെയോ 1000 രൂപയോ ഒക്കെ ഡിഫറൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി സാധനമാണ്. 3 കളറുകൾ ഇത് അവൈലബിൾ ആണ്. ഒന്ന് ഗ്രീന്, മറ്റൊന്ന് വൈറ്റ്, ഒന്ന് ബ്ലാക്ക്, അങ്ങനെയുള്ള 3 കളറുകൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. 20,000 mAh ഇത് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി സൈസ് വലുതായിരിക്കും, കുറച്ചുകൂടി ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഫാസ്റ്റ് ചാർജിങ്ങും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. അതാണ് 20,000 ബാറ്ററിയുമായിട്ടുള്ള വ്യത്യാസം ഇതുമായിട്ടുള്ളത്. പവർ ബാങ്കിൻ്റെ ഉപയോഗമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 10,000 mAh തന്നെ ധാരാളമായിട്ട് മതിയാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.